സർ, ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് വളരെ ചെറിയൊരു രാജ്യം, ആഫ്രിക്കയിലെ മുത്തെന്നാണ് അത് അറിയപ്പെടുന്നത്. അത്രയ്ക്ക് പ്രത്യേകതകളുണ്ടല്ലോ. അത്രയ്ക്ക് പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണത്. ബോട്സ്വാന എന്നാണ് അതിൻ്റെ പേര്. അപ്പം ആ രാജ്യത്തിനെ കുറിച്ച് പറയുമ്പം അതിൽ ഈ പറയുന്നത് പോലെ ജനാധിപത്യമാണ് രാജ്യത്ത്, അതേപോലെ സർക്കാർ വിദ്യാഭ്യാസമാണ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത, സർക്കാർ വിദ്യാഭ്യാസമാണ് അവിടെ. പക്ഷെ അതിനൊരു ഡ്രോബാക്ക്, അവിടെ ഏറ്റവും കൂടുതൽ HIV ബാധിതരായിട്ടുള്ള ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സർക്കാർ അതിനുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി, മെഡിസിൻസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു, അങ്ങനെ അത് കൺട്രോൾഡ് ആയി എന്ന് പറയും. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവിടത്തേക്കുള്ള ആ ടൂറിസത്തിന്റെ സാധ്യതകൾക്ക് മങ്ങലൊന്നും ഏറ്റിട്ടില്ല. ഇല്ല, അത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണ് ബോട്സ്വാന. ആ ബോട്സ്വാനയെ കുറിച്ച് പറയാൻ തന്നെ കാര്യം, അവിടെ നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ കേരളത്തിലെ മല്ലപ്പള്ളിയിലുള്ള ഒരു എഴുത്തുകാരിയുണ്ട്, ലീലാമ്മ തോമസ് എന്നാണ് പറയുന്നത്. സാറിന് ആ എഴുത്തുകാരിയെ കുറിച്ചിട്ട് എന്തെങ്കിലും? അല്ല, ഈ ചില എഴുത്തുകാരൊക്കെ ഉണ്ട്, ചില ഇവിടുന്ന് വെളിയിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ ആ രാജ്യത്തിന്റെ പേര് വെച്ച് എഴുതുന്നവരുണ്ട് കേട്ടോ. ഇപ്പം തിരുവനന്തപുരത്ത് ഒരാളുണ്ട്, മധു നായർ. അദ്ദേഹം ഏറെക്കാലം ന്യൂയോർക്കിലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇവിടെ പ്രായമായി അദ്ദേഹം തിരികെ നാട്ടിൽ വന്നു. ഇപ്പോഴും അദ്ദേഹം എഴുതുന്നത് മധു നായർ ന്യൂയോർക്ക്. പണ്ട് വലിയൊരു ചിത്രകാരനായിരുന്നു, പാരീസ് വിശ്വനാഥൻ. പിന്നെ നമ്മുടെ ഒരു വലിയ ഇടതുപക്ഷ സഹയാത്രികനും പിണറായി വിജയന്റെ നയങ്ങളെയൊക്കെ എതിർത്തിരുന്ന ഒരാളും പിന്നീട് പിണറായിയുമായിട്ട് വലിയ ഒത്തീർപ്പിലൊക്കെ എത്തുകയും ചെയ്തു, ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും അല്ലേ, എന്ന് പറഞ്ഞ പോലെ. പിന്നെ ബോട്സ്വാന ലീലാമ്മ തോമസ്, അല്ലെങ്കിൽ ലീലാമ്മ തോമസ് ബോട്സ്വാന എന്ന് വേണമെങ്കിലും കൊടുക്കാം. അതാണ് ആ എഴുത്തുകാരുടെ പ്രത്യേകത. എന്നിട്ട് ബ്രാക്കറ്റിൽ മല്ലപ്പള്ളി എന്ന് കൂടി കൊടുക്കണം, കാരണം മല്ലപ്പള്ളിക്കാരിയാണ്. അവിടെ പോയിട്ടും ഈ ബോട്സ്വാനയിൽ ഇപ്പം നമ്മൾ ചോദിക്കുക മല്ലപ്പള്ളി അറിയാമോ എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ പരിചിതമാണ് കേട്ടോ. കാരണം അത്രത്തോളം ലീലാമ്മ തോമസ് അവിടെ അറിയപ്പെടുന്നുണ്ട്. അതൊരു ചെറിയ രാജ്യമല്ലേ, ചെറിയൊരു രാജ്യമാണ്. പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീലാമ്മ തോമസിന്റെ ഈ എഴുത്തിൽ ഒരു പ്രത്യേകതയുമുണ്ട്. വെറും ഒരു വികാരപരമായ ഒരു വിവരണത്തെക്കാള് ആ സമൂഹത്തെയും ആ ഇടങ്ങള്, അവരുടെ ആ ബോട്സ്വാന ഭൂപ്രദേശത്തെയും ആനക്കൂട്ടങ്ങളെയും ഒക്കെ കുറിച്ചിട്ട് അവർ എഴുതുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ആ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു ഇമോഷണലി ഒരു കോണ്ടാക്ട് ഈ ലീലാമ്മ തോമസിനോടുണ്ട്. വന്യമൃഗങ്ങള് ധാരാളം ഉണ്ടല്ലേ, ആനക്കൂട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആനക്കൂട്ടങ്ങളുള്ള സ്ഥലമാണ്. ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ഇവിടെ കേരളത്തിൽ വന്യമൃഗശല്യം എന്നും പറഞ്ഞ് എല്ലാവരും ഈ മലയോര മേഖലകളിലുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് പിന്നെ ആൾനാശം സംഭവിക്കുന്നു, കൃഷിനാശം സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ വളരെ, എനിക്ക് തോന്നുന്നു വളരെ സൗഹൃദപരമായിട്ടാണെന്ന് തോന്നുന്നു ഈ വന്യജീവികളും മനുഷ്യരും ഒക്കെ കൂടെ. അതാണ് സാറ് പറഞ്ഞത്. സാറ് കേട്ടിട്ടുണ്ട് ഇതുപോലെ സിംഹത്തിന്റെ അത് ഞാൻ കേട്ടിട്ടുണ്ട്. സിംഹത്തിന്റെ ഒരു പ്രതിമ വീടുകളിൽ വെച്ചേക്കുന്നു. നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ഒരു പ്രതിമ വീട്ടിൽ വെക്കാറുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അവര് ആ സിംഹം എന്ന് പറയുന്ന ആ മൃഗത്തിൽ അവർ കാണുന്നത് എന്താണ്, ഒരു ധീരതയാണോ എന്താണോ എന്തോ. അത് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാം, ഇപ്പൊ ബോട്സ്വാനയിലുള്ള ജനങ്ങള്, ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് പോലെ, പിന്നെ ബഷീറിനും പഴുതാരയ്ക്കും പല്ലിക്കും പാറ്റയ്ക്കും ഒക്കെ പൂമ്പാറ്റയ്ക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. പിന്നെ മനുഷ്യൻ ഈ കയ്യൊപ്പുള്ളവനായതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഇവരങ്ങനല്ല, ഇവരൊന്നുകൂടെ സൗഹൃദം സ്ഥാപിക്കുന്നു. അതാണ് ഈ ലീലാമ്മ തോമസ് ബോട്സ്വാനയിൽ കണ്ട കാര്യങ്ങൾ കേട്ടോ. ലീലാമ്മ തോമസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സകലകലാ വല്ലഭയാണ്. ഈ കവിത, കഥ, ഒരുപാട് കവിതകൾ, യാത്രാവിവരണം. എനിക്ക് അവരുടെ കവിതകളെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഷൂൾ എന്ന് പറയുന്ന ഒരു കവിത, ദ ബേർഡ് ദാറ്റ് ലിസൺസ് ടു ദി എർത്ത്, ഹിയർ യു റോർ. അങ്ങനെ പിന്നെ കുറെ ശ്രദ്ധേയമായിട്ടുള്ള കുറെ രചനകളുണ്ട്. വാട്ട് ഈസ് എത്തിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, വേർ മൂവ്മെന്റ് ബിക്കംസ് മീനിങ്, നോ മോർ ഫോൺസ്, പീസ് പീസ് എഡിറ്റോറിയൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ദ ബിൽട്ടണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ കൃതി,
പക്ഷെ അതിലെല്ലാം എനിക്ക് തോന്നുന്നു ഈ ബോട്സ്വാനയായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഈ ശരിക്കും നമ്മൾ പറയുന്ന പോലെ ഈ മണ്ണിന്റെ മണമുള്ള എന്നൊക്കെ പറയുന്നതൊക്കെ ആ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ആ രാജ്യത്തോട് ഇഴുകി ചേർന്നുകൊണ്ട് കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ എഴുതുന്ന. ഈ വർഷങ്ങളായിട്ട് ബോട്സ്വാനയിൽ പോയി താമസിക്കുക കേട്ടോ. ഇപ്പോഴും മലയാളവും മല്ലപ്പള്ളി എന്ന് പറഞ്ഞാലും ലീലാമ്മ തോമസിന് വലിയൊരു ഹരമാണെന്നുള്ളതാണ്. വല്ലപ്പോഴും വരാറുള്ളത് പേഴ്സണലി അറിയാം. ഞാന് പിന്നെ ഈ എഴുത്തുകാരിയെ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെടുന്നത്. ഇവരുടെ ഞാൻ ഈ ആഫ്രിക്കൻ യാത്രാ വിവരണം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് SK പൊറ്റക്കാടിന്റെ ഒക്കെ ആഫ്രിക്കൻ യാത്രാ വിവരണമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സക്കറിയയുടെ യാത്രാ വിവരണം നമ്മളത് വായിക്കണം. യാത്രാ വിവരണം ട്രാവലോഗ്. ഇപ്പം നമ്മള് ആഫ്രിക്ക എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലെല്ലാം കിട്ടും. പക്ഷെ അതല്ല, ഒരു കാലത്ത് SK പൊറ്റക്കാടൊക്കെ പോയിരുന്ന ഒരു കാലം എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കെ. ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏതെല്ലാം പ്രദേശത്തെ എങ്ങനെയൊക്കെ താമസിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് ഇവിടെ ഇരുന്നേ പോകാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട് സാർ, ഈ പുസ്തകങ്ങൾ ഇങ്ങനെ യാത്രാ വിവരണം വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഓരോ എഴുത്തുകാരുടെയും അവരുടെ കാഴ്ചപ്പാടിലുള്ള സ്ഥലങ്ങളാണ്. അവരെങ്ങനെയാണോ ആ സ്ഥലത്തെ കാണുന്നത് അതായിരിക്കും, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ഈ പുസ്തകത്തിൽ കാണുന്നത് അല്ലെ? അതായിരിക്കും ലീലാമ്മ തോമസിന്റെയും ആ ഒരു പുസ്തകത്തിനകത്ത് തോമസിന്റെ ഇതിൽ വരുമ്പോൾ അവിടെ താമസിക്കുകയാണ്. അവരുടെ അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ അറിയുകയാണ്. അവര് ലീലാമ്മ തോമസ് ബോട്സ്വാനക്കാരിയായി, എന്നാൽ മലയാളിയും അല്ലാതാകുന്നില്ല. അവർ മലയാളിയാണ്. അവിടെയും പറയുന്നുണ്ട് ഞാൻ മല്ലപ്പള്ളിക്കാരിയാണ് എന്നും പറയുന്നുണ്ട്. ഇവിടെ മഴ കുറവുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഞാനിവിടെ എഴുതി പുല എന്ന് പറയുന്ന ഒരു കറൻസിയാണ് അല്ലേ? പുല. ആ പുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ എന്നാണ് അതിന്റെ അർത്ഥം. മഴ വളരെ അപൂർവമാണ് അവിടെ. പക്ഷെ മഴയെ അവർക്ക് ഇഷ്ടമാണ്. വളരെ അപൂർവമായിട്ട് പെയ്യുന്നതുകൊണ്ട് തന്നെ മഴയോട് അവർക്കൊരു സ്നേഹമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വല്ലപ്പോഴും പെയ്യുന്ന മഴയും ഈ വല്ലപ്പോഴും വരുന്ന സൃഷ്ടികളും വളരെ പ്രത്യേകത നിറഞ്ഞാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ പിന്നെ ലീലാമ്മ തോമസ് അവിടെ ആഫ്രിക്കയിലെ യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുള്ളതില് ഒരു ഭാഗം നമുക്കൊന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അതായത് ആഫ്രിക്കയിലെ എൻ്റെ ആദ്യത്തെ ലഹരി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു അധ്യായം ഒരു സംസ്കാരത്തെ സ്നേഹത്തിലൂടെ തൊട്ട അനുഭവമാണ്. ഇത് ഓർമ്മകൾക്ക് ചായം പൂശിയ കഥയല്ല. ആഫ്രിക്കൻ മണ്ണിൽ ഞാൻ നേരിട്ട് ജീവിച്ച, ഹൃദയം കൊണ്ട് അനുഭവിച്ച ജീവിതത്തിലെ ഒരേടാണ്. ബിസിനസ് ആവശ്യത്തിനായി ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കേണ്ടി വന്ന ദിവസങ്ങൾ. ആ ഗ്രാമത്തിൽ ആദ്യമായി കാലുകുത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ലഹരിയുടെ ലോകമാണോ എന്നായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കി അത് വെറും മദ്യത്തിന്റെ ലഹരിയല്ല, പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ജീവിത രീതിയുടെയും ലഹരിയാണത്. വന്യമരങ്ങളും കായ്കനികളും പച്ചപിടിച്ച ലതകളും കാറ്റിനൊപ്പം നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും. ആ കാഴ്ചകൾ കണ്ടാൽ മനസ്സും അവയ്ക്കൊപ്പം ചുവടുവെക്കും. എന്നാൽ പ്രകൃതി നൽകിയ ചില വരങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ അവ ലഹരിയായി മാറും. അവിടെ ചോളം പുളിപ്പിച്ച് പരമ്പരാഗതമായി തയ്യാറാക്കുന്ന ഒരു പാനീയമുണ്ട്. അതിന്റെ പേരാണ് ഷിബുക്ക്. അത് ലഹരിയാണ് കേട്ടോ. ഇതൊക്കെ ഇനി കേട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് മലയാളികൾ ബോട്സ്വാനയിലേക്ക് വണ്ടി കയറുമെന്ന് സംശയമുണ്ട്. അതെ, കള്ളല്ല അതോ വാറ്റിയാരായം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാണെന്ന് ലീലാമ്മ തോമസ് പറയുന്നുണ്ട്. കാട്ടുവിറകിൽ വലിയ കലങ്ങളിൽ അത് വാറ്റിയെടുക്കും. ഇവിടെ വാറ്റുക എന്ന് പറഞ്ഞാൽ എക്സൈസുകാർ പിടിച്ച് അകത്ത് കൊണ്ടുപോയിടും. രാത്രിയായാൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ അത് കുടിച്ച് നൃത്തം ചെയ്യും. ചിലരുടെ കൈകാലുകൾ അനുസരണക്കേടോടെ ചലിക്കുന്നതും മദ്യലഹരിയിൽ സ്വയം മറക്കുന്നതും കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചു. അവരെ കുറ്റപ്പെടുത്താനോ അവരുടെ സംസ്കാരത്തെ അപമാനിക്കാനോ പറ്റില്ല. പക്ഷെ സ്നേഹത്തോടെ എന്തെങ്കിലും പറയണമെന്ന ആഗ്രഹം മനസ്സിലുദിച്ചു. ഞാൻ ദിവസവും നടക്കാൻ പോകുമ്പോൾ ചെറിയ കടലാസുകളിൽ ഇംഗ്ലീഷിൽ ബൈബിൾ വാക്യങ്ങൾ എഴുതും. അവിടെ കൂടുതലും ക്രിസ്ത്യൻസ് ആണ്. ഏതാണ്ട് 78-80% ഉണ്ട്. പിന്നെ ഗോത്രവർഗക്കാർ കുറേയധികം. അതിൽ നിന്നാണ് അവർക്ക് ഈ ബോട്സ്വാന എന്ന പേര് വന്നത്. ആരും കാണാതെ മരച്ചില്ലകളിൽ ഈ ബൈബിൾ വാക്യങ്ങൾ കെട്ടിത്തൂക്കും. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ പേടിയും ഉണ്ടായിരുന്നു. ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ ഉപദ്രവിക്കുമോ എന്ന ഭയം. ആദ്യമായി എഴുതിയ വാക്കുകൾ മരത്തിൽ കെട്ടിത്തൂക്കി ഇടും. ആരോ കീറിക്കളഞ്ഞു.
കാരണം അവരൊക്കെ എഡ്യൂക്കേഷനിൽ അല്പം പിന്നിലായിരുന്നു ആദ്യകാലത്ത്. അപ്പോൾ ഞാൻ മറ്റൊരു വാചകം എഴുതി, ദൈവം വെളുത്തവനോ കറുത്തവനോ അല്ല, ദൈവം ആത്മാവാണ്. ഇംഗ്ലീഷിലാണ് എഴുതിയത്, ഞാനിപ്പോൾ മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. സ്പിരിറ്റ് എന്ന വാക്ക് കണ്ടപ്പോൾ അതിനകത്ത്, അതായത് ഗോഡ് ഈസ് നെയ്തർ വൈറ്റ് നോർ ബ്ലാക്ക്, ഗോഡ് ഈസ് സ്പിരിറ്റ്. സ്പിരിറ്റ് എന്ന വാക്ക് കണ്ടപ്പോൾ അവർ ആദ്യം വിചാരിച്ചത് കുടിക്കുന്ന സ്പിരിറ്റ് ആണെന്നാണ്. കൗതുകത്തോടെ അവർ കൂട്ടം കൂടി വന്ന് വായിക്കാൻ തുടങ്ങി. ധൈര്യം സംഭരിച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു. അവർ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ പുഞ്ചിരിച്ചു, അവരും പുഞ്ചിരിച്ചു. അന്ന് ഞങ്ങൾ ഒരു ഭാഷയും സംസാരിച്ചില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷയായ പുഞ്ചിരിയുടെ ഭാഷ ഞങ്ങളെ കൂട്ടുകാരാക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ വലിയ സ്നേഹത്തോടൊരു തടിക്കപ്പിൽ ചിബുക്ക് എനിക്ക് നീട്ടി. ആ സ്നേഹം നിരസിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കപ്പ് ചുണ്ടോടെ ചേർത്തു. അപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് അറിയാതെ കണ്ണുനീർ ഒഴുകി. എൻ്റെ കണ്ണീരിൻ്റെ ഭാഷ അവർ വായിച്ചു. അവരിൽ ഒരാൾ ആ കപ്പ് മെല്ലെ വാങ്ങി ദൂരെ എറിഞ്ഞു. ആ നിമിഷം മുതൽ ഞങ്ങൾ ഒരുമിച്ച് പാടി, ഒരുമിച്ച് നൃത്തം ചെയ്തു. അത് ചിബുക്കിന്റെ ലഹരി അല്ലായിരുന്നു, സ്നേഹത്തിന്റെ ലഹരിയായിരുന്നു. പിന്നീട് ഗ്രാമത്തിലെ പലരിലും ചെറിയ മാറ്റങ്ങൾ ഞാൻ കണ്ടു. ഗ്രാമത്തലവൻ എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെറിയ മരപ്പലകകളിൽ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശങ്ങൾ എഴുതി മരങ്ങളിൽ ഉറപ്പിച്ചു വെക്കും. എനിക്ക് തോന്നുന്നു അവിടെ വലിയൊരു സാക്ഷരതാ പ്രവർത്തനം നടത്തി കേട്ടോ. ഇതിന് സമാനമായിട്ട് ഞാനിപ്പോ പറയാൻ പോകുന്നത്, ഈ കുറിപ്പ് തീർന്നില്ല. അതിനുമുമ്പ് ഈ കർണാടകയിലെ ഒരു ഗ്രാമത്തില് പഠിപ്പില്ലാത്തൊരു പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ ഈ ഓറഞ്ച് വിൽക്കുന്ന ഒരാൾ ഈ ബാംഗ്ലൂരിൽ വന്ന് ഓറഞ്ചും ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ വിറ്റിട്ട് അവിടെ അദ്ദേഹം കിട്ടുന്ന പൈസയൊക്കെ വെച്ച് അവിടെ ഒരു സ്കൂളൊക്കെ സ്ഥാപിച്ചു. അവിടെ ഉള്ളവർ പഠിക്കണമെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ പോകുന്നില്ല. മാതൃഭൂമി വരാന്തപ്പതിപ്പിലാണ് ഇദ്ദേഹത്തെ കുറിച്ച് വന്നത്. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തു. അദ്ദേഹം അവിടെ സ്കൂള് ഒക്കെ സ്ഥാപിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെ ആയി എന്നുള്ളതാണ്. അദ്ദേഹം ഓറഞ്ച് വിൽപ്പനയിലൂടെ കിട്ടിയ ആ ഒരു വിഹിതം മാറ്റി വെച്ചാണ് അവിടെ സ്കൂൾ സ്ഥാപിച്ചതും അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നിർബന്ധിച്ചതും. എന്ന് പറഞ്ഞതുപോലെ ഈ ലീലാമ്മ തോമസിനെയും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു പഠിപ്പിക്കാനും ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ഉണ്ട്. ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. എന്നാലും ഈ ഗോത്ര സ്വഭാവം അതിനകത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലീലാമ്മ തോമസിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബോട്ട്സാന സർക്കാർ ഔദ്യോഗിക അംഗീകാരം തന്നെ കൊടുക്കേണ്ടിയിരിക്കും. അവിടുത്തെ മിനിസ്ട്രിയുമായിട്ടൊക്കെ വലിയ അടുപ്പമാണ് കേട്ടോ ഈ ലീലാമ്മ തോമസിന്. കാരണം അടുപ്പം എന്ന് പറഞ്ഞാൽ വെറുതെ ഈ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുന്ന പോലെ കയറിയതൊന്നും അല്ല. ലീലാമ്മ തോമസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അംഗീകരിച്ചതാണ്. അപ്പൊ ഇതിന്റെ ഞാനിത് കുറിപ്പൊന്ന് പൂർണ്ണമായിക്കോട്ടെ. അന്ന് അതായത് സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശങ്ങൾ എഴുതി മരങ്ങളിൽ ഉറപ്പിച്ചു വെച്ചു. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരിയായി മാറി. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. മനുഷ്യനെ മാറ്റുന്നത് ഭയമല്ല, ശിക്ഷയല്ല, വാദങ്ങളുമല്ല, സ്നേഹമാണ്. ആഫ്രിക്ക എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠവും അത് തന്നെ. സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി. അപ്പൊ അവിടെ ഈ ഒറ്റയ്ക്കാണ് പോയതെങ്കിലും അവർക്ക് ശരിക്കും സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ ചിബുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഞാനിപ്പോ ആലോചിക്കുകയാണ്, ചിലപ്പോ ഇനി വി ഡി സതീശൻ അങ്ങോട്ട് പോകുമോ? വീര്യം കുറഞ്ഞതാണോ വീര്യം കൂടിയതാണോ എന്ന് അറിഞ്ഞിട്ട് ചിലപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുമോ എന്ന് അറിയത്തില്ല. ഇവിടെ ഉള്ള മലയാളികൾ ചിലപ്പോൾ ഇനി പാസ്പോർട്ടും വിസയൊക്കെ സംഘടിപ്പിച്ച് സ്ഥലം വിടുമോന്നും അറിയത്തില്ല. അല്ല, അത് ഞാൻ നോക്കിയിട്ട് ഒരു നല്ല കാര്യം അല്ലേ സാർ? നമ്മളൊരു രാജ്യത്ത് പോയി താമസിക്കാന്ന് വെച്ചാൽ ആ ഒരു ദേശത്തിനെ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്ന ഒരു വേറൊരു കാര്യമാണ്. അതല്ല നമ്മൾ എപ്പോഴും ആ രാജ്യത്ത്, നമ്മൾ താമസിക്കുന്ന രാജ്യത്തെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ഒരു ക്യാരക്ടറുള്ള കുറെ പേരില്ലേ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് രാജ്യത്തെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നവരും. അത് നോക്കുമ്പോൾ നമ്മള് ശരിക്കും പറഞ്ഞാൽ ലീലാമ്മ തോമസ് അവിടെ ചെന്നു, അവിടെ ആ രാജ്യത്തെ ഇഷ്ടപ്പെട്ടു, അവിടെയുള്ള ആൾക്കാരെ ഇഷ്ടപ്പെട്ടു, അവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണു, സ്നേഹിക്കുന്നു. എനിക്കിപ്പോ സംശയം, ലീലാമ്മ തോമസിനെ ബോട്ട്സാന ഭരണാധികാരികൾ ഇങ്ങോട്ടേക്ക് വിട്ടുതരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും നമ്മുടെ രാജ്യം വേണ്ട തരത്തിൽ അംഗീകരിച്ചില്ലെങ്കിലും ബോട്ട്സാന ഒരുപക്ഷെ അവിടുത്തെ എന്തെങ്കിലും വലിയ അംഗീകാരം, നമ്മുടെ ഈ പത്മശ്രീ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ എന്തെങ്കിലും കാണുമല്ലോ. അതെ അതെ, ലീലാമ്മ തോമസ് എഴുത്തുകാരി, അവരുടെ എല്ലാ അവരുടെ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് തിളങ്ങട്ടെ അല്ലേ സാർ? അതെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.